ഒരാഗ്രഹങ്ങളെ ഞാൻ വീട്ടിലൊന്നും സാധിപ്പിച്ചിട്ടുള്ളതല്ല, എല്ലാം സ്വന്തമായിട്ട് നേടിയെടുത്തിട്ടുള്ളതാണ്. സാധാരണ എല്ലാവരും മക്കളെ പറഞ്ഞാൽ തല്ലു കൊള്ളി, എന്റെ വീട്ടിൽ നിന്ന് ഞാൻ തല്ലു കൊള്ളിയായിരുന്നു, ഞാൻ നാട്ടിൽ തല്ലു കൊടുത്താ ജീവിച്ചിട്ടുള്ള. ഒരാളിനെ അടിക്കാൻ പോകണമെന്ന് പറഞ്ഞാലും ഞാൻ ഫ്രണ്ടേ പോകും, എനിക്ക് അതിനൊന്നും ഒരു മടിയില്ല. എന്നെ ഭയങ്കര പേടിയായിരുന്നു എന്റെ വീട്ടുകാർക്ക് കോളേജിൽ വിടാനൊക്കെ. ഞാൻ വണ്ടിയല്ല പഠിപ്പിക്കുന്നത്, ഞാൻ പഠിപ്പിക്കുന്ന കോൺഫിഡൻസ് ആണ്. ഇവർക്ക് വേണ്ടത് കോൺഫിഡൻസ് ആണ്, ഇവർക്ക് വേണ്ടത് ധൈര്യമാണ്. സോറിക്ക് ഭയങ്കരമായിട്ടുള്ള വാല്യൂ ഉണ്ട്. പല മനുഷ്യരും മനസ്സിലാക്കാത്ത ഒരു കാര്യം, എൻ്റെ ഏറ്റവും ലൈഫിലെ ഏറ്റവും വലിയ സന്തോഷം ഏതാണെന്ന് വെച്ച് കഴിഞ്ഞാൽ പെൺകുട്ടികൾക്ക് വേണ്ടിയിട്ടൊരു പ്ലാറ്റ്ഫോം എനിക്ക് കേരളത്തിൽ ഓപ്പൺ ചെയ്യാൻ പറ്റി. എൻ്റെ ഫസ്റ്റ് മാരേജ് എന്ന് പറയുന്നത് 13 ദിവസത്തെ ലൈഫായിരുന്നു. ഈ 13 ദിവസം കൊണ്ട് എന്നെ എൻ്റെ വീട്ടിൽ കൊണ്ടാക്കി. പ്രഗ്നന്റ് ആണെന്ന് അറിയുന്നത് 2 മാസം കഴിഞ്ഞിട്ടാണ്. അടി കിട്ടിയിട്ടുണ്ട്, ബഹളം കിട്ടിയിട്ടുണ്ട്, എന്നെ ഇഷ്ടമാതിരി പീഡിപ്പിച്ചിട്ടുണ്ട്. കാണാൻ പാടില്ലാത്ത കാഴ്ചകൾ ആ വീട്ടിൽ ഞാൻ കണ്ടിട്ടുണ്ട്. അതൊന്നും എനിക്ക് റിവീൽ ചെയ്യാൻ താല്പര്യമില്ല. ഒരു പെൺകുട്ടിയുടെ ഏറ്റവും നല്ല സുവർണ കാലഘട്ടം ഏതാണെന്നറിയാമോ? സ്വന്തം മാതാപിതാക്കളുടെ കൂടെയുള്ള കാലഘട്ടം. എനിക്ക് എന്റെ മകനിൽ നല്ല വിശ്വാസമാണ്. തീർച്ചയായിട്ടും ഇനി അവ അങ്ങനെ തെറ്റിപ്പോവുകയാണെങ്കിൽ അങ്ങ് പോകട്ടെ എന്ന് ഞാൻ പോകും. ഹായ്, ഹലോ, നമസ്കാരം. എല്ലാവർക്കും ഗസ്റ്റ് റൂമിന്റെ പുതിയൊരു എപ്പിസോഡിലേക്ക് സ്വാഗതം. ഇന്ന് എന്നോടൊപ്പം കൂടെയുള്ളത് നമുക്ക് എല്ലാ പെൺകുട്ടികൾക്കും അഭിമാനമാകുന്ന, നമുക്ക് എല്ലാവർക്കും ഒരു ഇൻസ്പിറേഷൻ ആയിട്ടുള്ള നമ്മുടെ സ്വന്തം ഷൈന ചേച്ചിയാണ്. ചേച്ചിയെ നമുക്ക് ഗസ്റ്റ് റൂമിലേക്ക് സ്വാഗതം ചെയ്യാം. ചേച്ചി നമസ്കാരം, സ്വാഗതം ഗസ്റ്റ് റൂമിലേക്ക്. ഞാൻ പല സമയങ്ങളിലും പറഞ്ഞു കേട്ടിട്ടുണ്ട്, UKG ക്ലാസ് മുതലേ ചേച്ചിക്ക് ഒരു ആഗ്രഹം ഉണ്ടായിരുന്നു ബുള്ളറ്റ് എന്നുള്ളത്. ഒരു UKG എന്നൊക്കെ പറയുമ്പോൾ ഒരു 5, 4, 3 വയസ്സ് മാത്രം പ്രായമുള്ളൂ. അപ്പൊ ആ ഒരു സമയത്ത് ബുള്ളറ്റ് എന്ന് പറയുന്ന ആഗ്രഹം ഒരു കുഞ്ഞു മൊട്ടായിട്ട് പൊട്ടിമുളയ്ക്കുകയാണ് മനസ്സിൽ. അത് ഇത്ര പെട്ടെന്ന് നേടിയെടുക്കുക എന്ന് പറയുന്നത് ഞങ്ങളെ സംബന്ധിച്ചിടത്തോളം ചേച്ചിനെ കാണുന്നത് ഞങ്ങളൊരു ഇൻസ്പിറേഷൻ, ഞങ്ങൾക്ക് എല്ലാവർക്കും ഒരു ഇൻസ്പിറേഷൻ തന്നെയാണ് ചേച്ചി. അപ്പോൾ എങ്ങനെയാണ് ആ ഒരു മോഹത്തെ യാഥാർത്ഥ്യമാക്കിയത്? എല്ലാവരും സ്വപ്നം കാണും, ഞാനും സ്വപ്നം കണ്ടു. പക്ഷെ എല്ലാവരും സ്വപ്നങ്ങള് ഒരു പരിധിക്ക് എത്തുമ്പോഴത്തേക്ക് അത് വിട്ടുകളയും. പക്ഷെ ഞാൻ എൻ്റെ സ്വപ്നത്തെ ഒരിക്കലും വിട്ടുകളയാൻ തയ്യാറല്ലായിരുന്നു. ഞാൻ വളർന്നതോടൊപ്പം, ഞാൻ എപ്പോഴും ചിന്തിക്കുന്ന ഒരു കാര്യമാണ്, ഞാൻ വളർന്നതോടൊപ്പം എൻ്റെ സ്വപ്നങ്ങൾ വളർന്നു. ഇന്നും ഞാൻ കാണുന്ന റിയലായിട്ടുള്ള സ്വപ്നങ്ങൾ, എൻ്റെ ആഗ്രഹങ്ങളൊന്നും ഞാൻ നഷ്ടപ്പെടുത്തി കളഞ്ഞിട്ടില്ല. ഞാൻ നേടിയെടുക്കും. പിന്നെ വേണ്ടാത്ത സ്വപ്നങ്ങളൊന്നും കാണാൻ പോകാറില്ല. എന്നെ കൊണ്ട് പറ്റുന്ന, എന്നെ കൊണ്ട് സാധിക്കും എന്നുള്ള ആഗ്രഹങ്ങൾ മാത്രമേ ഞാൻ കാണാറുള്ളൂ. അല്ലാത്തതൊന്നും ആഗ്രഹിക്കാറില്ല. അതെ, ഇപ്പൊ നമ്മൾ പറയുകയാണെങ്കിൽ കുന്നോളം ആഗ്രഹിച്ച ആളാണ് ഒരു കുന്നിക്കുരുവോളം കിട്ടുക എന്ന് പറയുമല്ലോ. അപ്പൊ ചേച്ചിയുടെ മനസ്സിൽ ആ ഒരു മോഹം എത്രത്തോളം ഉണ്ടാവും എന്ന് നമുക്ക് മനസ്സിലാക്കാനായിട്ട് സാധിക്കുന്നുണ്ട്. പിന്നെ ചേച്ചി പറഞ്ഞ് ഞാൻ കേട്ടിട്ടുണ്ട്, അങ്കിളിന് ഒരു ബുള്ളറ്റ് ഉണ്ടായിരുന്നു, അങ്ങനെ കുറച്ചുകൂടി മോഹം കൂടി വന്നത്. ആ ഒരു കഥ നമ്മളുമായിട്ട് പങ്കുവയ്ക്കാമോ? അത് ആക്ച്വലി എന്ന് വെച്ചാല് അന്നത്തെ കാലത്തൊക്കെ പോലീസിലും എക്സൈസ്, അതുപോലെ ഗവൺമെന്റ് ഇതിലെയോ അല്ലെങ്കിൽ ഏതെങ്കിലും ഈ നമ്മുടെ പ്ലാന്റേഴ്സ് ഒക്കെ ഉണ്ടല്ലോ, അവരുടെയൊക്കെ കയ്യിൽ മാത്രമാണ് ഈ ബുള്ളറ്റ് എന്നുള്ള സാധനം. അപ്പൊ എൻ്റെ ഈ പപ്പയുടെ ബ്രദറായിരുന്നു, പുള്ളിന്റെ കയ്യിലൊരു ഇതുണ്ട്. അപ്പൊ അത് കണ്ടിട്ട് എനിക്ക് അത് ഇഷ്ടപ്പെട്ട്, അതിന്റെ സൗണ്ട് ഇഷ്ടപ്പെട്ട്, അങ്ങനെ ഞാൻ ഈ ഒരു ആഗ്രഹത്തിലോട്ട് എത്തിയതാണ്. പക്ഷെ അന്നൊന്നും എൻ്റെ ഫാമിലിയിലൊന്നും, ഞാൻ മിഡിൽ ക്ലാസ്സിനും താഴെയായിട്ടുള്ള ഒരു ഫാമിലിയാണ്. ഒരിക്കലും എനിക്കത് നേടിയെടുക്കാൻ പറ്റുമെന്നൊന്നും എനിക്കൊരു ഇതില്ലായിരുന്നു. പക്ഷെ മൈൻഡിലും സ്വന്തം കാലിൽ നിൽക്കുന്ന ഒരു കാലം വരുമല്ലോ, അന്ന് ഞാനിത് നേടിയെടുക്കും എന്നുള്ള ഒരു ആഗ്രഹം ഞാൻ മനസ്സിലിട്ടാണ് വളർന്നത്. പക്ഷെ അതെന്റെ 20ാമത്തെ വയസ്സിൽ ഞാനത് സാധിച്ചെടുത്തു. ഫസ്റ്റ് ഒന്നുമല്ല, സെക്കൻഡ് ഹാൻഡ് ബുള്ളറ്റ് ആണ്. ഇവിടെ നല്ല നോർത്ത് ഇന്ത്യയിൽ നിന്നാണ് ഞാനത് സ്വന്തമാക്കിയത്. ഇപ്പൊ നമുക്കറിയാം, ഇത്രയും വയസ്സത്തിൽ അത് സ്വന്തമാക്കി. ഇപ്പൊ മിഡിൽ ക്ലാസ് ഫാമിലി ആണ്, നമ്മളെല്ലാവരും മിഡിൽ ക്ലാസ് ഫാമിലിയിലുള്ള ആൾക്കാരാണ്. അപ്പോൾ ആ ഒരു സമയത്ത് ഫാമിലിയിൽ സപ്പോർട്ട് എന്ന് പറയുന്നത്, ഇപ്പൊ നമ്മളൊരു ആഗ്രഹം പറയുകയാണെങ്കിൽ വീട്ടിൽ എനിക്കൊരു ബുള്ളറ്റ് എടുക്കാനായിട്ട് ആഗ്രഹമുണ്ട് എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ വീട്ടുകാരുടെ സാമ്പത്തികം നമ്മളെല്ലാം നോക്കണം. അപ്പോൾ ചേച്ചി വീട്ടുകാരുടെ അടുത്ത് ഈ ഒരു ആഗ്രഹം പറഞ്ഞിട്ടുണ്ടായിരുന്നു? ഇല്ല, വീട്ടുകാരോട് പറഞ്ഞിട്ടില്ല. എന്റെ ഓരോ ഞാൻ വീട്ടിലൊന്നും സാധിപ്പിച്ചിട്ടുള്ളതല്ല, എല്ലാം സ്വന്തമായിട്ട് നേടിയെടുത്തിട്ടുള്ളതാണ്. ഇപ്പം എൻ്റെ വീട്ടിലെന്ന് പറയുകയാണെങ്കിൽ ആക്ച്വലി ഇപ്പം സത്യം പറഞ്ഞാൽ സ്കൂളിൽ പഠിക്കുന്ന സമയത്ത് ഒരു സ്കൂൾ ടൂറിന് വിടാൻ പോലുള്ള ഒരു സാമ്പത്തികമൊന്നും അങ്ങനെ എൻ്റെ വീട്ടിലില്ല. അത് ഞാൻ മിഡിൽ ക്ലാസ്സിനും വളരെ താഴത്താ എൻ്റെ ഫാമിലി.
ഉണ്ട്, കുറച്ച് പ്രോപ്പർട്ടീസ് കാര്യങ്ങളും ഉണ്ട് എന്നും അല്ലാതെ ഞങ്ങൾ ഭയങ്കര അങ്ങനെയൊന്നും അല്ല. കുടുംബ പേരും അതും ഒക്കെ ഉണ്ട്, പക്ഷേ ഞങ്ങളുടെ കയ്യിൽ ക്യാഷ് ഇല്ല എന്നുള്ള ഒരു അവസ്ഥയിലാണ് ഞാൻ വളർന്നത്. അപ്പൊ അങ്ങനെയൊന്നും ഇവിടെ അല്ല. പിന്നെ ഞാൻ സ്പോർട്സ്, സ്കൗട്ട് ആൻഡ് ഗൈഡ്സ് ഒക്കെ പോകുന്ന സമയത്ത് നമ്മുടെ കയ്യിലൊന്നും പൈസ ആവത്തില്ല, എല്ലാം സ്കൂള് അങ്ങനെ ഗവൺമെന്റ് അങ്ങനെ ചിലവാക്കുന്നുണ്ട്. അങ്ങനെയുള്ള പ്രോഗ്രാം ഒന്നും ഞാൻ വിട്ട് കളഞ്ഞിട്ടില്ല. അങ്ങനെയുള്ള എല്ലാ പ്രോഗ്രാമിനും ഞാൻ പങ്കെടുത്ത് അങ്ങനെയാണ് എൻ്റെ സ്കൂൾ ടൈം, കോളേജ് ടൈമിലുള്ള ട്രാവൽ എല്ലാം നേടിയെടുത്തത്. അതിപ്പോ ഞാൻ കേട്ടിട്ടുണ്ട് ചേച്ചി ഒരു കില്ലാടി ആയിരുന്നു. അപ്പൊ ആ സമയത്ത് മറക്കാനാവാത്ത എന്തെങ്കിലും രസകരമായിട്ടുള്ള ഓർമ്മകൾ ഉണ്ടാവില്ലേ? ഇഷ്ടംപോലെ ഈ സ്കൂൾ സമയത്ത് ഞാൻ ഭയങ്കരമായിട്ട് എൻജോയ് ചെയ്തിട്ടുണ്ട്. കാരണം ഞാൻ അന്ന് തല്ലു മീൻസ് സാധാരണ എല്ലാവരും മക്കളെ പറഞ്ഞാൽ തല്ലു കൊള്ളിയെന്ന. എന്റെ വീട്ടിൽ നിന്ന് ഞാൻ തല്ലു കൊള്ളിയായിരുന്നു, ഞാൻ നാട്ടിൽ തല്ലു കൊടുത്താ ജീവിച്ചിട്ടുണ്ട്. അതില് രസകരമായിട്ടുള്ള ഓർമ്മകൾ? അതെ, പണ്ട് മുതലേ എനിക്ക് തോന്നുന്നു ഞാനിപ്പോ ഒരു ക്ലബിന്റെ ഫൗണ്ടറാണ് 2016 മുതലേ. അപ്പോൾ എനിക്ക് ഈ ഒരു ലീഡർഷിപ്പ് ഒക്കെ എങ്ങനെ വന്നു എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ പണ്ട് മുതലേ ഞാൻ മറ്റുള്ളവരെ കെയർ ചെയ്യുന്നത് കൊണ്ടാവാം. ഞാൻ കോളേജിലൊക്കെ പഠിക്കുന്ന സമയത്ത് എൻ്റെ ഇതിലെ എല്ലാവരും ഒരേ ക്യാരക്ടർ അല്ലല്ലോ, പല പല ക്യാരക്ടറുകളല്ലോ. അപ്പൊ ഞാനെന്ന് പറഞ്ഞാൽ ഭയങ്കര ആക്റ്റീവാണ്. എനിക്ക് ഒറ്റയ്ക്ക് പോവാനോ വരാനോ അങ്ങനെയൊന്നും പേടിയില്ല. കാരണം അതിനൊക്കെ എനിക്കൊരു സത്യം പറഞ്ഞ ഒരു പരിശീലനം തന്നത് എൻ്റെ വീട്ടുകാരായിരിക്കും. ഒരു പിന്നെ 8 വയസ്സ് മുതലേ ഒരു കൊച്ചിനെ, ഒരു പെൺകൊച്ചിനെയൊക്കെ 10-20 കിലോമീറ്റർ ബസ് കയറ്റി വിടാൻ വേണ്ടിയിട്ട് ഒരു ഫാമിലി തീരുമാനിക്കണമെങ്കിൽ എൻ്റെ അപ്പനും അമ്മയാണ് അവിടെ ഹീറോയിനും. സത്യം പറഞ്ഞാൽ എൻ്റെ അമ്മയുടെ വീട് ഒരു 10-15 കിലോമീറ്റർ മാറിയിട്ടാണ്. ഇവിടെയൊക്കെ ഞാൻ 8ാം ക്ലാസ്സിൽ പഠിക്കുന്ന 8 വയസ്സുള്ള സമയത്തൊക്കെ ഞാൻ ഒറ്റയ്ക്ക് പോയിട്ടുണ്ട്. ഫോണില്ല, ഞാൻ അവിടെ എത്തി എന്നുള്ളതിന് ഒരു തെളിവില്ല, ഉറപ്പില്ല. ഞാനിനി എന്ന് തിരിച്ചു വരും. ചിലപ്പോൾ അവർ പറഞ്ഞു വിടുന്നതെന്ന് പറഞ്ഞാൽ മക്കളെ ഒരു 5 ദിവസം കഴിഞ്ഞിട്ട് തിരിച്ചു വരണേന്നായിരിക്കും. ഞാൻ എന്ന് തിരിച്ചു വരുന്നു എന്നുള്ളത് അവിടെ ചെന്നിട്ട് അവർ 5ാം ദിവസം കഴിയുമ്പോൾ അവർ പറയണ് 2 ദിവസം കൂടെ നിന്നിട്ട് പോകുമെന്ന് പറയുമ്പോൾ നമ്മൾ ഓട്ടോമാറ്റിക്കായിട്ട് 2 ദിവസം കൂടെ നിൽക്കും. പക്ഷെ എൻ്റെ വീട്ടുകാരൊക്കെ എന്തുറപ്പിന്മേല എന്നെ ഇങ്ങനെ വിട്ടു എന്നുള്ളത് ഇപ്പോഴും ചിന്തിക്കുമ്പോൾ സീരിയസ്ലി പറയട്ടോ, എൻ്റെ മകനെ പോലും അങ്ങനെ പൊക്കഴിഞ്ഞാൽ എവിടെയെങ്കിലും അവൻ പോകണമെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എത്തിയോ ഇല്ലയോ എന്നറിയാം. ഒന്നും വേണ്ട, എൻ്റെ ഒരു ഫ്രണ്ട് ആവട്ടെ, ഞാൻ ഏറ്റവും ഇഷ്ടപ്പെടുന്ന ഒരു ഫ്രണ്ട് ആവട്ടെ, വീട്ടിൽ കയറിയോ എന്ന് ചോദിക്കാൻ വേണ്ടിയിട്ട് പോലും ഞാൻ ഫോൺ വെച്ചോണ്ടിരിക്കും, എത്തിയോ വീട്ടില്, എന്തായി, മീൻസ് അങ്ങനെ ചോദിക്കുന്ന ആ ഒരു ഇന്നത്തെ കാലഘട്ടത്തിൽ അത് ചെയ്യുമ്പോൾ ഈ പറയുന്ന പഴയ കാലഘട്ടത്തിൽ അത് എങ്ങനെ സംഭവിച്ചു എന്നുള്ളത് എനിക്കറിയത്തില്ല. എൻ്റെ അമ്മയുടെ അടുത്ത് ചോദിച്ചിട്ടുണ്ട് ഞാൻ ഇപ്പോഴും, അമ്മ ഇതെങ്ങനെ അമ്മ നിങ്ങൾ ഒറ്റയ്ക്ക്? വിശ്വാസം, കാരണം ഞാനത് ചെയ്യും. ആ ഒരു വിശ്വാസമായിരിക്കാം ചിലപ്പോൾ എന്നെ ഇന്ത്യയിലൂടെയൊക്കെ ഇങ്ങനെ ഇത്രയും യാത്ര ചെയ്യിപ്പിച്ചത്, ഇത്രയും ധൈര്യം വന്നതും ഒക്കെ അതുകൊണ്ടായിരിക്കാം. അപ്പം ആ സമയത്ത് ഈ ഒരു ധൈര്യമുള്ളത് കൊണ്ട് ഞാൻ സ്പോർട്സ് ഫീൽഡാണ്. ഞാൻ സ്കൂൾ ടൈമിൽ എന്താ പറയുക അത്ലറ്റ് ആയിരുന്നു, ഖോഖോ പ്ലെയർ ആയിരുന്നു. കോളേജിൽ വരുമ്പോൾ ക്രിക്കറ്റ് പ്ലെയറായി. ഫുട്ബോളൊക്കെ എന്ന് പറഞ്ഞാൽ രസകരമാണ്, പേടിച്ചിട്ട് നിർത്തിയതാണ്. കാരണം LNCPയിലെ പിള്ളേരോടെയൊക്കെ കളിക്കുകയാണെങ്കിൽ അവരൊക്കെ ഭയങ്കര സ്റ്റാമിന ഉള്ളവരാണ്. അവരെ ഒന്ന് തൊട്ടാൽ പോലും അവർ തട്ടിയാൽ നമ്മൾ വീഴുന്ന ചുമ്മാ അടി കൊണ്ടെന്തിനാ ചാകുന്നതെന്ന് പറഞ്ഞിട്ട് കളി നിർത്തിയിട്ട് പോയതാണ്. പേടിച്ചിട്ട് നിർത്തി പോകുന്നത് ഫുട്ബോളൊക്കെ. ക്രിക്കറ്റ് ഒക്കെ എന്ന് പറഞ്ഞാൽ വീണ്ടും ബോളിനെ മാത്രമൊക്കെ പേടിച്ചാൽ മതിയല്ലോ. അപ്പൊ ഞാൻ വിക്കറ്റ് കീപ്പർ ആയിരുന്നു, കേരള ടീമിന് വേണ്ടിയിട്ട് കളിച്ചിട്ടുണ്ട്. അതൊക്കെ അത് ഭയങ്കര രസമാണ്. ഞാൻ എൻ്റെ ടീമില് 11 പേരാണല്ലോ ടീമിലെ വരുന്നത്. അപ്പോ അത് കഴിഞ്ഞിട്ട് വെള്ളം കൊടുക്കാനും ബോള് പറക്കാനുമായിട്ട് ഒരാളുണ്ടാവുമല്ലോ, അതായിരുന്നു ഞാൻ. അപ്പോ ഞാനങ്ങനെ കളിക്കാൻ എനിക്ക് ചെയ്യാൻ ഭയങ്കര ഒന്നും അല്ല, ജസ്റ്റ് കളിക്കാൻ കയറി അങ്ങനെയായിരുന്നു. അപ്പോൾ നമ്മുടെ ട്രിവാൻഡ്രം ടീമും വേറെ ഡിസ്ട്രിക്റ്റുമായിട്ടുള്ള ടീമായിരുന്നു. അപ്പോൾ അന്നത്തെ കളി എന്ന് പറയുന്നത് പാലക്കാടുള്ള നമ്മുടെ വിക്ടോറിയ കോളേജ് ഗ്രൗണ്ടിൽ വെച്ച് കളി നടക്കുക. അപ്പോൾ ഞങ്ങൾക്ക് ഓപ്പോസിറ്റ് കളിക്കേണ്ടത് പത്തനംതിട്ടേന്റെ ഒരു ടീമാണ്, ഫുട്ബോൾ ടീമാണ് ആക്ച്വലി അവര്. അപ്പൊ അവർക്ക് ഒരാൾ കുറവാ, 2 പേര് കുറവാ. ഗ്രൗണ്ടിൽ ഇറങ്ങണമെങ്കിൽ അവർക്ക് 2 പേര് കുറവാ. അപ്പൊ ഞങ്ങളുടെ ടീമിൽ അന്ന് വെളിയിലിരിക്കുന്ന 2 പേരെ കളിക്കാൻ കയറ്റിയപ്പോ എൻ്റെ അടുത്ത് ചോദിച്ചു, പത്തനംതിട്ടയ്ക്ക് വേണ്ടിയിട്ട് കളിക്കാൻ വില്ലിങ് ആണോ എന്ന് ചോദിച്ചു. അപ്പൊ ഞാൻ പറഞ്ഞു സർട്ടിഫിക്കറ്റ് തരുമ്പോൾ ട്രിവാൻഡ്രം ടീമിന്റെ തരുമോന്ന് ചോദിച്ചു. അത് തരാമെന്ന് പറഞ്ഞു. എങ്കിൽ ഞാൻ പത്തനംതിട്ടയ്ക്ക് വേണ്ടി കളിക്കാൻ തയ്യാറാണ്. അങ്ങനെ സ്വന്തം ടീമിന് വേണ്ടിയിട്ട് ഓപ്പോസിറ്റ് നിന്ന് കളിച്ച വ്യക്തിയാണ് ഞാൻ. പക്ഷേ ഞാൻ നോട്ട് ഔട്ട് ആയിരുന്നു, ഞാൻ നന്നായിട്ട് കളിച്ചു. അതുകൊണ്ട് എനിക്ക് സ്റ്റേറ്റ് ടീമിൽ സെലക്ഷൻ കിട്ടി. അങ്ങനെ അപ്പോഴത്തേക്ക് എൻ്റെ ടീം പറഞ്ഞ സ്വന്തം ടീമിന് വേണ്ടി കളിക്കാതെ വല്ലവരുടെ ടീമിന് വേണ്ടി കളിച്ചിട്ട് അതെനിക്ക് ഇപ്പോഴും ഒരു ഭയങ്കര അത്ഭുതമാണ്. അങ്ങനെ കളിച്ചിട്ട് സ്റ്റേറ്റ് ടീമിൽ ഇടം നേടിയതാണ് ഞാൻ. പിന്നെ അല്ലാതെ തന്നെ പിന്നെ കുറെ
കളിച്ചു, പിന്നെ നിർത്തി. അതിനുശേഷം പിന്നെ കുറച്ച് ട്രാജഡികളൊക്കെ ഫാമിലിയിലൊക്കെ ഉണ്ടായി. അത് അവിടെ നിൽക്കട്ടെ, അത് പിന്നീട് വരാം. അപ്പോൾ ഈ സ്കൂൾ ടൈമിൽ കോളേജ് ടൈമിലൊക്കെ വെച്ചാൽ എൻ്റെ കൂടെ ഇപ്പം സുഹൃത്തുക്കളൊക്കെ ഉണ്ടെങ്കിൽ എന്തെങ്കിലുമൊക്കെ ആവശ്യങ്ങൾ എൻ്റെ അടുത്ത് ചോദിച്ചു കഴിഞ്ഞാൽ ഞാൻ ചെയ്തു കൊടുക്കും. ഇപ്പോൾ ഒരാളിനെ അടിക്കാൻ പോകണമെന്ന് പറഞ്ഞാലും ഞാൻ ഫ്രണ്ടേ പോകും. എനിക്ക് അതിനൊന്നും ഒരു മടിയില്ല. കാരണം നമ്മൾ തെറ്റ് ചെയ്യുന്നില്ല എങ്കിൽ തെറ്റ് ചെയ്യാത്ത ഒരാളുടെ അടുത്ത് അവരെന്തെങ്കിലും വന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ എതിർക്കുന്നതിൽ തെറ്റില്ല എന്ന് ചിന്തിക്കുന്ന ഒരു വ്യക്തിയാണ് ഞാൻ. അപ്പം തീരെ പാവപ്പെട്ട എന്നല്ല, ചിലപ്പം സൈലന്റ് ആയിട്ടുള്ള കുറച്ച് ക്യാരക്ടറുള്ള പെൺകുട്ടികളൊക്കെ ഉണ്ട്. അപ്പൊ അവരെന്ന് പറഞ്ഞാല് ആരെങ്കിലും എന്തെങ്കിലുമൊക്കെ പറഞ്ഞാൽ പ്രതികരിക്കത്തില്ല. അപ്പം എനിക്ക് പ്രതികരണ ശേഷി കൂടുതലാണ്. അപ്പൊ എൻ്റെ അടുത്ത് എന്ന് പറയും, ഷൈനി ഇങ്ങനെയാണ്, ഇന്ന് കോളേജിൽ വന്ന സമയത്ത് ഇങ്ങനെ സംഭവിച്ചു എന്നൊക്കെ പറഞ്ഞ് സങ്കടം പറയുമ്പോൾ ഞാൻ അവർക്ക് വേണ്ടിയിട്ട് വൈകുന്നേരം, എനിക്ക് സ്പോർട്സ് ഉണ്ട്, വൈകുന്നേരം ക്രിക്കറ്റിന്റെ പ്രാക്ടീസ് ഉണ്ട്. അപ്പോൾ എനിക്ക് മൊത്തത്തിൽ അവരുടെ കൂടെ പോകാൻ പറ്റില്ല. ചില ദിവസങ്ങളിലൊക്കെ ഞാൻ ക്ലാസ് കട്ട് ചെയ്ത്, ലോങ് റൂട്ടൊക്കെ ആണെങ്കിൽ ക്ലാസ് കട്ട് ചെയ്തിട്ട് പോകാറുണ്ട്. സത്യം പറഞ്ഞാൽ ലേഡീസ് ബസ്സുകളിലാണ് ഏറ്റവും കൂടുതൽ കയറിയിട്ടുള്ളത്. കണ്ടക്ടർമാരുടെ ശല്യം ഭയങ്കരമാണ്. കാരണം രണ്ട് സൈഡിൽ ലേഡീസ് ആയിരിക്കും ഇരിക്കുന്നത്. ഇവന്മാരൊന്നും നമ്മുടെ ഒക്കെ തിരക്കായിരിക്കും, എങ്കിലും സൂക്ഷിക്കാം, ശ്രദ്ധിക്കാം എന്ന് പറഞ്ഞ് ഞങ്ങൾ മെത്തയൊന്നും അല്ലല്ലോ. അപ്പോ ആ ഒരു രീതിയിൽ അപ്പൊ ഞാൻ അതിനകത്ത് കയറിയിട്ട് ഞാൻ അലമ്പും. ഞാൻ ഒരാള് പ്രതികരിക്കാനുണ്ടായിരുന്ന ബാക്കി പിള്ളേർ പ്രതികരിച്ചോ. അപ്പൊ ഞാൻ പ്രതികരിപ്പിച്ചിട്ട് ഞാൻ അടുത്ത ജംഗ്ഷനിൽ ബഹളം ഉണ്ടാക്കി തീർന്നിട്ട് ഇറങ്ങി അടുത്ത ബസ്സിൽ കയറി കോളേജിൽ തിരിച്ചു വന്നിട്ടുണ്ട്. അങ്ങനെ ഇഷ്ടംപോലെ സംഭവങ്ങളുണ്ട്. പിന്നെ എന്താ പറയുക, എന്നെ ആരെങ്കിലും അനാവശ്യമായിട്ട് എൻ്റെ ദേഹത്ത് ടച്ച് ചെയ്താൽ അത് ഇന്നും അങ്ങനെ തന്നെ, അന്നും എൻ്റെ ശരീരത്തിൽ അനാവശ്യമായിട്ട് ടച്ച് ചെയ്ത് കഴിഞ്ഞാൽ അത് ബാഡ് ടച്ച് ആണെന്ന് മനസ്സിലാക്കിയാൽ ഇപ്പോഴും ഞാൻ പ്രതികരിക്കും. അതിന് ഏത് പെൺകുട്ടിയുടെ അടുത്തായിരുന്നാലും ഏത് ആൺകുട്ടിയുടെ അടുത്തായിരുന്നാലും ഞാൻ പറയുന്ന ഒരു പോയിന്റാണ്, നിങ്ങളുടെ ശരീരത്തിൽ മോശമായിട്ട് ടച്ച് ചെയ്ത്. ഞാൻ ഒരു പ്രാവശ്യം തമ്പാനൂരിട്ട ഒരുത്തനെ അടിച്ച് ശരിയാക്കിയിട്ടുണ്ട്. ഞാൻ ഒരു സംഭവമല്ല, ഈ ഒരു സംഭവത്തിൽ എൻ്റെ വീട്ടുകാർ ഭയങ്കരമായിട്ട് പേടിച്ചു. മോശമായിട്ട് എന്നെയും ടച്ച് ചെയ്തു, എൻ്റെ സുഹൃത്തിനെയും ടച്ച് ചെയ്തു കൊടുത്തു ഞാൻ നന്നായിട്ട്. പിന്നെ നമ്മൾ തുടങ്ങി വിട്ടുകൊടുത്താൽ മതി, ബാക്കി നാട്ടുകാർ നോക്കിക്കോളും. അപ്പൊ ഇതൊക്കെ വരുമ്പോൾ എൻ്റെ വീട്ടുകാർക്ക് ഭയങ്കര പേടിയായി. ഇനി അവരെ വീട്ടിൽ ചോദിക്കാൻ വരുമെന്നൊക്കെ ഞാൻ അമ്മ ചോദിക്കാൻ വരുമ്പോഴല്ലേ അപ്പൊ നമുക്ക് നോക്കാം. എന്നെ ഭയങ്കര പേടിയായിരുന്നു എൻ്റെ വീട്ടുകാർക്ക് കോളേജിൽ വിടാനൊക്കെ. പക്ഷെ ഒരു കാര്യം, ഇന്നും എന്നെ നോക്കാൻ എനിക്കറിയാം. എൻ്റെ കൂടെ നിൽക്കുന്ന പെമ്പിള്ളേരെ അത്യാവശ്യം കെയർ ചെയ്തുകൊണ്ടുപോകാൻ, അവരെ ഒന്ന് ബോൾഡ് ആക്കാനും ഒരു കോൺഫിഡൻസ് കൊടുക്കാനും എനിക്ക് ഈ നിമിഷം വരെ കഴിഞ്ഞിട്ടുണ്ട്. ഞാൻ 2014 മുതൽ ഒരു അക്കാഡമി നടത്തുന്നുണ്ട്. ഷൈനീസ് അക്കാഡമി എന്നാണ്. ലേഡീസിന് മാത്രമായിട്ട് ബൈക്ക്, ബുള്ളറ്റ് ട്രെയിൻ ചെയ്യുന്നുണ്ട്. അപ്പൊ ഞാൻ ഈ പഠിക്കാൻ വരുന്ന പെമ്പിള്ളേരുടെ അടുത്ത് പറയുന്ന ഒറ്റ കാര്യമാണ്, ഞാൻ വണ്ടിയല്ല പഠിപ്പിക്കുന്നത്, ഞാൻ പഠിപ്പിക്കുന്ന കോൺഫിഡൻസ് ആണ്. ഇവർക്ക് വേണ്ടത് കോൺഫിഡൻസ് ആണ്, ഇവർക്ക് വേണ്ടത് ധൈര്യമാണ്. ഇപ്പം ചിലപ്പോൾ നമ്മൾ വണ്ടി എടുത്തുകൊണ്ട് ഇപ്പൊ നമ്മുടെ ഇപ്പൊ പുറത്ത് നോക്കുകയാണെങ്കിൽ മൊത്തം ബ്ലോക്ക് ആയിട്ടുള്ള റോഡാണ്. ചിലപ്പോൾ നമ്മുടെ ടെൻഷൻ കൊണ്ടായിരിക്കാം, അല്ലെങ്കിൽ എന്തെങ്കിലും കാരണം കൊണ്ട് വണ്ടി ഓഫായി. ഓക്കെ, അപ്പോഴായിരിക്കും ബാക്കിൽ നിന്നുകൊണ്ട് എല്ലാവരും ഈ ഹോൺ അടിക്കും. സത്യം പറഞ്ഞാൽ ഒരു സാധാ പെൺകുട്ടിയാണെങ്കിൽ ആ സമയത്ത് അവിടെ പാനിക്കാവും, അവൾ പാനിക്കാവും. പിന്നെ നമ്മൾ ചെയ്യുന്നതൊന്നും കറക്റ്റ് ആയിരിക്കില്ല. നമ്മൾ ടെൻഷൻ അടിച്ചിട്ട് എന്ത് ചെയ്താലും അത് ഒരിക്കലും കറക്റ്റ് അല്ല. ഞാൻ അവരുടെ അടുത്ത് പറയുന്നത്, നിങ്ങളൊരു കാര്യം ചെയ്യുന്നത് ഇത്രയും മാത്രം ചെയ്യുക. വണ്ടി ഓഫായല്ലോ, ക്ലച്ച് പിടിച്ചിട്ട് വണ്ടി സൈഡിലോട്ട് കൊണ്ടുവരിക. ചിലപ്പോൾ ന്യൂട്രൽ പോലും വീഴത്തില്ല, സൈഡിൽ കൊണ്ടുവരിക. ആ ബഹളം വെക്കുന്ന ആളുടെ അടുത്ത് പറയുക, ചേട്ടാ 1 മിനിറ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മളത് ചിരിച്ചുകൊണ്ട് പറഞ്ഞു കഴിഞ്ഞാൽ മതി. ഇനി കേൾക്കണോ കേൾക്കാത്ത സെക്കൻഡ് മാറ്റർ പറയുക, 1 മിനിറ്റ് എന്ന് പറഞ്ഞിട്ട്. ഇനി അവർ ഭയങ്കരമായിട്ട് റേസ് ചെയ്യുകയാണെങ്കിൽ എൻ്റെ ഒരു ക്യാരക്ടർ അനുസരിച്ച് ഞാൻ അവിടെ വണ്ടി വെച്ചിട്ട് പറയും, ചേട്ടൻ അത്രയും ബുദ്ധിമുട്ടാണെങ്കിൽ ചേട്ടൻ വന്നൊന്ന് മാറ്റിത്താ, ഞാൻ മാറി നിന്നോളാം എന്ന് പറയും. ഞാൻ ചെയ്തിട്ടുണ്ട് എന്ന് പറഞ്ഞാൽ നല്ല ബ്ലോക്കില് ഞാൻ പൊക്കോണ്ടിരിക്കുന്ന സമയത്ത് എല്ലാവർക്കും അറിയാം വണ്ടി എല്ലാം പതിയാണ് പൊക്കോണ്ടിരിക്കുന്നത്. അപ്പം നമ്മളും ആ ശ്രദ്ധിച്ച് തന്നെ പോകുന്നത്. പിന്നെ ബാക്കിലൊന്ന് വണ്ടീനെ തട്ടുകയാണെങ്കിൽ ചിലപ്പോൾ നമുക്ക് പറയാൻ പറ്റില്ല. ഇപ്പോൾ ഒറ്റക്കാലിൽ നമ്മൾ നിൽക്കുമായിരിക്കും, ഇപ്പോൾ 2 കാലും നിലത്തൂന്നി നിൽക്കുമായിരിക്കും. അങ്ങനെ ഒരു പ്രാവശ്യം റീസൺ ഇല്ല, ഞാൻ വണ്ടി എൻ്റെ കയ്യിൽ, എൻ്റെ കയ്യിൽ നിന്ന് ഇന്റർസെപ്റ്റർ, ആ വണ്ടി വീണു. അപ്പൊ ഞാൻ ബാക്കിൽ നോക്കിയിട്ട് ഞാൻ പറഞ്ഞു, ചേട്ടാ പതുക്കെ പൊക്കോണ്ടിരിക്കുകയല്ലേ, പിന്നെ കൊണ്ട് തട്ടേണ്ട ആവശ്യമുണ്ടോ, എടുത്തു മാറ്റേ എൻ്റെ അടുത്ത്. അയാൾ തന്നെ വണ്ടി തട്ടിയിട്ടിട്ട് എൻ്റെ അടുത്ത് എടുത്തു മാറ്റാൻ. എൻ്റെ വണ്ടിക്ക് എന്തായാലും 10-240 കിലോയ്ക്ക് അടുപ്പിച്ച് വെയിറ്റുള്ള വണ്ടിയാണ്. ആ വണ്ടി എന്നെ കൊണ്ട് ഒറ്റയ്ക്ക് എടുക്കണമെങ്കിൽ ചില സമയങ്ങളിൽ എനിക്കാവുന്ന സമയത്ത് പറ്റത്തില്ല. അപ്പോൾ ഞാൻ പറഞ്ഞു, ചേട്ടൻ തട്ടിയിട്ടൊന്നും പോരാ, എൻ്റെ അടുത്ത് എടുത്ത് മാറ്റാൻ പറഞ്ഞു. ഒരു കാര്യം ചെയ്യും, ചേട്ടനെ അല്ലേ തട്ടി മാറ്റിയേ, ചേട്ടൻ തന്നെ എടുത്തു തന്നു പറഞ്ഞു. അയാൾ വീണ്ടും ഫോൺ അടിച്ചു മാറ്റാൻ ഞാൻ പറഞ്ഞു, പറ്റില്ല, അതിൻ്റെ വെയിറ്റ് എനിക്ക് പറ്റില്ല, എനിക്ക് എടുക്കാന്നുള്ളതേ ഉള്ളൂ. ഞാൻ മനഃപൂർവ്വം എടുത്തില്ല, ഞാൻ വണ്ടി അവിടെ ഇട്ടു. വണ്ടി ഇട്ടിട്ട് ഞാൻ മാറി നിന്നു. അപ്പോൾ അയാൾ എന്നെ എന്തോക്കെ പറഞ്ഞിട്ട്, ഒരു വണ്ടി എടുത്ത് മാറ്റാൻ കഴിയില്ല,
പിന്നെ പെണ്ണായിട്ട് നടക്കണു, പിന്നെ വണ്ടി എടുത്തോണ്ട് നടക്കണെന്ന് എന്നെ പറയാ. ഞാൻ സത്യം പറഞ്ഞാൽ ഉള്ളോണ്ട് ചിരിക്കുകയായിരുന്നു. എന്തായാലും ചേട്ടൻ വണ്ടി എടുക്കാൻ വരും, അപ്പോഴും മനസ്സിലാവും വണ്ടീന്റെ വെയിറ്റ്. ചേട്ടൻ വന്ന് എടുത്തിട്ട് വണ്ടി പൊങ്ങുന്നില്ല. അപ്പൊ തൊട്ടിപ്പുറത്ത് മകളാണ്, മകളും ഇരുന്ന് എന്നെ എന്തോക്കെ റേസ് ചെയ്ത് പറയാം. അപ്പം നോക്കിയപ്പോ മനസ്സിലായി അപ്പൻ എടുത്തിട്ട് വണ്ടി പൊങ്ങുന്നില്ല. മോളും ഇറങ്ങി വന്ന് അപ്പനും മോളും കൂടെ പൊക്കിയിട്ട് വണ്ടി പൊങ്ങുന്നില്ല. പിന്നെ അവിടെ നിന്ന നാട്ടുകാർ കുറച്ച് ചേട്ടന്മാരൂടെ വന്നിട്ട് പൊക്കിയിട്ടാണ് അവർക്ക് മനസ്സിലായത് വണ്ടിക്ക് എമ്മാതിരി വെയിറ്റ് ഉണ്ടെന്ന്. മാന്യമായിട്ട് പറഞ്ഞിരുന്നുവെങ്കിൽ ആ വണ്ടി എനിക്കെടുത്ത് കൊണ്ടുപോകാനേ ഉള്ളൂ. പക്ഷെ ഇങ്ങനത്തെ സ്വഭാവം കാണിക്കുകയാണെങ്കിൽ ഞാനും അതുപോലെ കട്ടയ്ക്ക് നിൽക്കും. ഇല്ല, അബദ്ധവശാൽ പറ്റി, അയ്യോ മോളെ സോറി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സോറിക്ക് ഭയങ്കരമായിട്ടുള്ള വാല്യൂ ഉണ്ട്. പല മനുഷ്യരും മനസ്സിലാക്കാത്ത ഒരു കാര്യമാണ് അത്. ഞാൻ എന്തുകൊണ്ട് അങ്ങനെ പറഞ്ഞതെന്ന് വെച്ചാൽ, ഈ വണ്ടി പഠിക്കാൻ നേരത്തിന് പെമ്പിള്ളേർ വരുമ്പോൾ ഒരു കോൺഫിഡൻസും കാണത്തില്ല, ഒരു പേടിച്ചിട്ടായിരിക്കും വരുന്നത്. സത്യം പറഞ്ഞാൽ ഇപ്പം നമ്മളിപ്പോൾ സംസാരിക്കുമ്പോൾ അറിയാം അവരേത് കാറ്റഗറിയിലുള്ള ടീമാന്ന് അറിയാൻ പറ്റും. ചില സമയത്ത് എൻ്റെ വണ്ടിയൊക്കെ കൊണ്ട് ട്രിവാൻഡ്രത്ത് അങ്ങ് തള്ളിയിടുമ്പോൾ ഞാൻ ഇങ്ങനെ നോക്കി ചിരിച്ചിട്ട് നിൽക്കും. ആക്ച്വലി എൻ്റെ വണ്ടീൻ്റെ ചിലപ്പം ഇൻഡിക്കേറ്റർ പോകുമായിരിക്കാം, ചിലപ്പോൾ ഹാൻഡിൽ ബെൻഡ് ആവുമായിരിക്കും. ഇതൊക്കെ വന്നാലും നമുക്കൊന്നും മിണ്ടാൻ പറ്റത്തില്ല, മിണ്ടാതെ ചിരിച്ചോണ്ടിരിക്കും. അപ്പൊ എൻ്റെ അടുത്തേക്കും ചേച്ചി വണ്ടി വീണു. വണ്ടിയായേ വീഴും, നമുക്ക് എടുക്കാം, ശരിയാക്കി എടുക്കാം, കുഴപ്പമില്ല, നിനക്കൊന്നും പറ്റിയില്ലല്ലോ. ഇല്ല, അവർക്ക് ആവശ്യം ഇതാണ്, ഈ ഒരു കോൺഫിഡൻസാ. നമ്മൾ ഡ്രൈവിംഗ് സ്കൂളിലൊക്കെ പോകുമ്പോൾ സംഭവിക്കുന്നത് എന്താന്ന് വെച്ചാൽ അങ്ങനെയല്ലല്ലോ. പറഞ്ഞ പഠിച്ചിട്ടുണ്ടോ, വണ്ടി പഠിച്ചിട്ടുണ്ടോ, എങ്ങനെയാ പഠിപ്പിച്ചിട്ടുള്ളത്? എന്റെ നാട്ടിൽ തന്നെ ഒരു ചേച്ചിയായിരുന്നു പഠിപ്പിച്ചത്. അപ്പൊ നമ്മള് കൂളായിട്ട് സാധാരണ ഡ്രൈവിംഗ് സ്കൂളിലൊക്കെ പഠിപ്പിക്കുന്നതെന്ന് വെച്ചാൽ ഞാൻ മിക്കവാറും എന്നെ പഠിപ്പിച്ചിട്ടുണ്ടല്ലോ ഭയങ്കര ദേഷ്യമായിട്ട്. അങ്ങനെയല്ലല്ലോ പഠിക്കാൻ പറഞ്ഞ, ഇങ്ങനെയല്ലേ, മറ്റതല്ലേ, മറിച്ചതല്ലേ, ഇങ്ങനെ പറഞ്ഞു കഴിഞ്ഞാൽ ആരും പഠിക്കത്തില്ല. ഉള്ള കോൺഫിഡൻസ് കൂടെ പോകും. പിന്നെ പ്രത്യേകിച്ചും ഗിയറുള്ള വണ്ടിയിൽ പെൺപിള്ളേർക്ക് വരുമ്പോഴെന്ന് വെച്ചാൽ എത്ര ധൈര്യമുള്ള പെൺകുട്ടിയാണ്. ഞാനൊക്കെ ഒട്ടും ധൈര്യമില്ലാത്ത ആളാണ് കേട്ടോ. മീൻസ് ഞാനും ഒക്കെ നിൽക്കണമെന്ന് വെച്ചാൽ ഒരു കോൺഫിഡൻസ് അല്ലെങ്കിൽ ഒരു മോട്ടിവേഷന്റെ മുമ്പിൽ നിൽക്കുന്നതിനാണ്. നമുക്ക് എല്ലാവർക്കും ആവശ്യം അത് തന്നെയാണ്. പിന്നെ ഞാൻ ഈ പേടിയില്ലെന്ന് പറഞ്ഞു, എനിക്ക് ഉള്ളിലെന്തായാലും അത് എനിക്ക് ചില സാഹചര്യത്തിൽ വരുന്നത് വെച്ചാൽ ഇപ്പൊ ലഡാക്ക് പോലുള്ള സ്ഥലങ്ങളിൽ പോയി കഴിഞ്ഞാൽ ചില സാഹചര്യങ്ങളിൽ എനിക്ക് ധൈര്യക്കുറവ് വരും. അപ്പൊ ഞാനിങ്ങനെ ഇരുന്ന് ആലോചിക്കും, ഞാൻ വന്ന വഴികളൊക്കെ ഒന്ന് ആലോചിക്കും. അപ്പോഴത്തേക്ക് എനിക്ക് എക്സ്ട്രാ ഇല്ല, എനിക്ക് അറിഞ്ഞൂടാത്ത കാര്യമാണെങ്കിൽ ഞാൻ വിളിച്ച് ചോദിക്കും, എനിക്ക് ഇങ്ങനെ ഒരു മിസ്റ്റേക്ക് പറ്റി, ഇതെങ്ങനെ ചെയ്യണം. എനിക്ക് അതിനുള്ള നാണക്കേടൊന്നുമില്ല. കാരണം ആരും പെർഫെക്റ്റ് ഉള്ളതല്ല ഈ ലോകത്ത്. എല്ലാ മനുഷ്യരുടെ ഭാഗത്ത് മിസ്റ്റേക്ക് ഉണ്ട്. ഞാൻ ഒരിക്കലും പറയത്തില്ല ഞാൻ പെർഫെക്റ്റ് റൈഡാണെന്ന്, ഒരിക്കലും അല്ല. എനിക്ക് ഇപ്പൊ തന്നെ എൻ്റെ ബാക്കിൽ നിന്ന് ഒരു റൈഡർ ഞാൻ ഓടിച്ചോണ്ട് പോണ കണ്ടു കഴിഞ്ഞാൽ അങ്ങർക്ക് 100 കുറ്റം എന്നിൽ നിന്ന് കണ്ടുപിടിക്കാൻ പറ്റും. അതുകൊണ്ട് ഞാൻ പെർഫെക്റ്റ് റൈഡറും അല്ല, എങ്ങനെയൊക്കെ ഓടിച്ചു പോകണം, അത്രേ ഉള്ളൂ. ഒരു ആഗ്രഹത്തിന്റെ പുറത്ത് വണ്ടി ഓടിച്ചു പോകുന്നു എന്ന് പറയാനേ പറ്റത്തുള്ളൂ. അല്ലാതെ പെർഫെക്റ്റ് ആയിട്ട് ഓടിച്ച് ഒന്നും നേടി അങ്ങനെ ഒന്നുമില്ല. എന്നെ കൊണ്ട് പറ്റുന്ന വിധത്തിൽ ഞാൻ അത് പൂർത്തിയാക്കുന്നു. അത് മറ്റുള്ളവർക്കും കൂടെ ഞാൻ പകർന്നു കൊടുക്കുന്നുണ്ട്. കാരണം ഒരാൾ ഒറ്റയ്ക്ക് നിന്ന് പൊരുതുമ്പോഴാണല്ലോ ഏറ്റവും കൂടുതൽ പ്രതിസന്ധികൾ വരുന്നത്. അപ്പോൾ എനിക്ക് പറയാൻ പറ്റും, അതിനു വേണ്ടിയിട്ട് ഒരു ചരിത്രം സൃഷ്ടിക്കാൻ എനിക്ക് പറ്റിയത് തന്നെ എൻ്റെ ഏറ്റവും ലൈഫിലെ ഏറ്റവും വലിയ സന്തോഷം ഏതാണെന്ന് വെച്ച് കഴിഞ്ഞാൽ പെൺകുട്ടികൾക്ക് വേണ്ടിയിട്ടൊരു പ്ലാറ്റ്ഫോം എനിക്ക് കേരളത്തിൽ ഓപ്പൺ ചെയ്യാൻ പറ്റി. അത് അക്കാഡമിയുടെ രൂപത്തിലാണെങ്കിലും ക്ലബിന്റെ രൂപത്തിലാണെങ്കിലും 2014-ലും 2016-ലും അങ്ങനെ ഒരു ചരിത്രം സൃഷ്ടിക്കാൻ എനിക്ക് സാധിച്ചു എന്നുള്ളത് അത് തന്നെയാണ് എൻ്റെ ലൈഫിൽ. ഇനി എനിക്കൊന്നും നേടിയില്ലെങ്കിലും ഞാൻ നേടിയ ഏറ്റവും വലിയ എന്താ പറയുന്നത് 2 പൊൻതൂവൽ 2 സൈഡിൽ ഉണ്ട്, അത് മതി എന്ന് പറഞ്ഞാൽ ഞാൻ നർത്തത്തൊന്നും ഇല്ല കേട്ടോ. അവസാന മൊമെന്റിൽ വരെ എന്തൊക്കെ ചെയ്യാൻ പറ്റും അതൊക്കെ ഞാൻ ചെയ്യണം, അത്രേ ഉള്ളൂ. പിന്നെ എന്താ പറയാനാ, കുറെയൊക്കെ ആഗ്രഹങ്ങൾ ചിലപ്പം നേടാതെ, പക്ഷെ ഞാൻ നടക്കാത്ത ആഗ്രഹങ്ങൾ ഞാൻ ആഗ്രഹിക്കാറില്ല. അത് ഞാൻ പറഞ്ഞ റിയൽ ആയിട്ടുള്ളത് മാത്രമേ ഞാൻ ആഗ്രഹിക്കാറുള്ളൂ. നമുക്ക് നേടിയെടുക്കുന്ന ഒരു ലക്ഷ്യബോധം വേണമല്ലോ, നമുക്ക് നേടിയെടുക്കുന്ന ആ ഒരു ആത്മവിശ്വാസം നമുക്ക് വേണം, ഉറപ്പായിട്ടും വേണം. അത് മാത്രം അങ്ങനെ എല്ലാം വാരിക്കോരി അത് വേണം ഇത് വേണം അങ്ങനെ ഒന്നുമില്ല. എനിക്ക് ചില ആഗ്രഹങ്ങളുള്ളത് ഭയങ്കരമായിട്ട് ആഗ്രഹിക്കും, അത് ഞാൻ നേടിയെടുക്കും. എനിക്കെന്ന് വെച്ചാൽ ഇന്ത്യയുടെ കുറച്ച് ഭാഗങ്ങൾ മാത്രമേ കംപ്ലീറ്റ് ചെയ്യാനുള്ളൂ. ഞാൻ സത്യം പറഞ്ഞാൽ കഴിഞ്ഞ ടൂറിസത്തിന്റെ ഒരു പ്രോഗ്രാമിൽ മാത്രമാണ് എൻ്റെ ഇതുവരെയുള്ള യാത്ര ഞാനൊന്ന് റിവീൽ ചെയ്തിട്ടുള്ളത്. അത് ഇനിയും കുറച്ചുകൂടെ ഉണ്ട്, അത് കഴിഞ്ഞിട്ട് വേണം എനിക്കതൊന്ന് മൊത്തത്തിൽ കാണിക്കാൻ വേണ്ടിയിട്ട്. അപ്പൊ എനിക്ക് കുറച്ച് ആ ഗുജറാത്ത് സൈഡ്, രാജസ്ഥാൻ സൈഡ് കുറച്ച് എൻ്റെ എല്ലാം ഇതുവരെ യാത്ര ചെയ്തെല്ലാം ഗൂഗിൾ ലൊക്കേഷനിലെ മാപ്പിൽ ഒരു ഇന്ത്യയുടെ രൂപമായിട്ട് ഒരു എന്താ പറയാനാ
കൈയുടെ പകുതി കട്ടായി പോയ അല്ലെങ്കിൽ മീൻസ് അങ്ങനെയുള്ള ഒരു രൂപമായിട്ടിരിക്കുന്നത്. എനിക്കത് മൊത്തത്തില് ഈ 25th എൻ്റെ ഏറ്റവും വലിയ ലക്ഷ്യം എന്ന് പറയുന്നത് അത് പൂർത്തിയാക്കുക. അത് കഴിയുമ്പോൾ എനിക്കൊരു ഇന്ത്യയുടെ രൂപം എനിക്ക് പബ്ലിക്കിനെ കാണിക്കണം, അല്ലെങ്കിൽ അനേക സ്ത്രീകളെ കാണിക്കണം. അതെനിക്ക് ഭയങ്കര ആഗ്രഹമാണ്. നമുക്ക് നമ്മുടേതായിട്ടുള്ള ഒരു തീർച്ചയായിട്ടും അത് വേണം. ഇപ്പൊ ഞാൻ പറയാം, നമ്മള് ചെറുപ്പത്തിലെ കാര്യം പറഞ്ഞു ഒത്തിരി കാര്യങ്ങൾ പറഞ്ഞപ്പോ ഭയങ്കര വലിയൊരു ഇൻസ്പിറേഷൻ വരെയാണ് ചേച്ചിയുടെ ഇതില്. ഇപ്പൊ ഞാൻ പറയാം, അന്നത്തെ കാലത്ത് അമ്മയും അച്ഛനും ഒക്കെ ഒറ്റയ്ക്ക് വിടുക എന്ന് പറഞ്ഞല്ലോ. ഇപ്പോ ആ ഒരു ടൈമിലാണെങ്കിലും പെൺകുട്ടികളെ പുറത്തിറക്കാനായിട്ട് ഭയങ്കര ബുദ്ധിമുട്ടുണ്ടായിരുന്ന ഒരു കാലഘട്ടം തന്നെയായിരുന്നു. അപ്പൊ ആ ഒരു സമയത്ത് ചേച്ചീനെ ഫ്രീ ബേർഡായിട്ട് അമ്മയുടെ വീട്ടിലേക്ക് അയക്കുന്നു, അത്ര ദൂരത്തേക്കൊക്കെ അയക്കുന്നു. അപ്പൊ ഇന്നത്തെ കാലത്താണെങ്കിലും പെൺകുട്ടികൾ എന്ന് പറയുന്നത് അത്ര ധൈര്യശാലികളാണെന്ന് മൊത്തത്തിൽ പറയാനായിട്ട് പറ്റില്ല, എന്നാലും ഉണ്ടാവും. അപ്പൊ ഇപ്പോഴത്തെ കാലത്തെ കുട്ടികളെ കുറിച്ച് ഒന്ന് പറയാമോ? ഇവരെല്ലാവരെയും ബോൾഡ് അല്ലാതാക്കുന്നത് നമ്മുടെ പാരൻസ് തന്നെയാണ്. കാരണം പാമ്പർ ചെയ്തും ട്യൂഷന് പോകണമെങ്കിലും കൊണ്ടുവിട്ട് വിളിച്ചുകൊണ്ട് വന്ന് ഒറ്റയ്ക്ക് ഇറങ്ങാനൊന്നുള്ള ഒരു അവസരം പോലും പിള്ളേർക്ക് കൊടുക്കുന്നില്ല. കാരണം എല്ലാവരും ചിന്തിക്കുന്നു, അയ്യോ ഇന്നത്തെ കാലം നമുക്ക് പറയാൻ പറ്റത്തില്ല, ആരാ എന്താ പറയുന്നില്ല. പണ്ടൊന്നും ഇതൊക്കെ ഉണ്ടായിരുന്നു, ഇന്നത് പുറത്തേക്ക് എല്ലാവരും കൊണ്ടുവരുന്നു. പണ്ട് ആരും പുറത്ത് പറഞ്ഞിരുന്നില്ല. ഞാൻ ചോദിക്കട്ടെ, ഈ പണ്ട് തന്നെ ഫാമിലിയിലൊക്കെ ഇഷ്ടംമാതിരി വിഷയങ്ങളുണ്ട്. ഇപ്പൊ എൻ്റെ ഫാമിലിയുടെ ഇഷ്യൂ സത്യം പറഞ്ഞാൽ ഞാൻ പബ്ലിക്കിലേക്ക് കൊണ്ടുവന്നത് ഈ ഒരു, എനിക്ക് തോന്നുന്നു ആ ഒരു 6 മാസത്തിനിടയ്ക്കാണ് എൻ്റെ പേഴ്സണൽ വിഷയങ്ങള് ഞാൻ ജോഷ് ടോക്ക് വഴി റിവീൽ ചെയ്തത്. ഈ 6 months ആയിട്ടില്ല എന്ന് തോന്നുന്നു, ഒരു 3-4 months ആയിട്ടേ ഉള്ളൂ ഞാൻ എൻ്റെ പേഴ്സണൽ കാര്യങ്ങൾ റിവീൽ ചെയ്തിട്ട്. ഇത്രയും കാലം ഞാനും പുറത്ത് പറഞ്ഞിട്ടില്ല. അപ്പോ ഇതുപോലെ തന്നെയാണ് പല ആൾക്കാരും. എന്ന് പറഞ്ഞ് ഞാൻ ബാക്കിലോട്ട് പോയിട്ടില്ല. ഞാൻ അവിടെ നിന്ന് എങ്ങനെ, ഞാൻ ഇത്രയും കാലം ഞാൻ എൻ്റെ മകനെ വളർത്തിക്കൊണ്ട് ഇതുവരെ എത്തിയതെല്ലാം സ്വന്തം എഫേർട്ട് കൊണ്ടാ, സ്വന്തം കാലിൽ നിന്നിട്ടാ. കൂട്ടിന് എൻ്റെ ഒരു പറ്റും സുഹൃത്തുക്കൾ ഉണ്ടായിരുന്നു. ഒരു സമയത്ത് അതുപോലും ഇല്ലായിരുന്ന ഒരു സമയം എനിക്കുണ്ടായിരുന്നു. ആ ടൈമിൽ ഞാൻ കൊച്ചിനെ നോക്കി, ആ ടൈമിൽ ഞാൻ ജീവിച്ചു. ഈ പബ്ലിക്കിൻ്റെ തന്നെയാണ് ഞാൻ ജീവിച്ചത്. അപ്പോൾ അത് നമ്മൾ ബോൾഡായാൽ മാത്രമേ ജീവിക്കാൻ പറ്റത്തുള്ളൂ. ഇപ്പോ ചേച്ചി പറഞ്ഞല്ലോ, ഒരു മകനെ സിംഗിൾ മദറായിട്ട് വളർത്തുക എന്ന് പറയുന്നത് കുറച്ച് നിസ്സാരമായിട്ടുള്ള കാര്യം, വലിയൊരു കാര്യം തന്നെയാണ്. അപ്പൊ അതിൻ്റെ ഇടയിൽ കുറെ സ്ട്രഗിൾസ് വന്നിട്ടുണ്ടാവുമല്ലോ. കുഞ്ഞിനെ വളർത്തണം, അതുപോലെ തന്നെ ഇങ്ങനെ ജോലിക്ക് പോകണം. അപ്പോൾ ആ ഒരു സമയത്ത് ഫേസ് ചെയ്തിട്ടുള്ള കാര്യം. അയ്യോ, അതൊന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സത്യം പറഞ്ഞാൽ ഇപ്പോഴും ഞാനത് പറയുമ്പോൾ ഞാൻ ഇതൊക്കെ ചെയ്തല്ലോ എന്ന് ചിന്തിക്കും. എൻ്റെ ഫസ്റ്റ് മാരേജ് എന്ന് പറയുന്നത് 13 ദിവസത്തെ ലൈഫേ ഉള്ളൂ. ഈ 13 ദിവസം കൊണ്ട് എന്നെ എൻ്റെ വീട്ടിൽ കൊണ്ടാക്കി. അപ്പൊ പക്ഷെ ഞാൻ പ്രഗ്നന്റ് ആണെന്ന് അറിയുന്നത് 2 മാസം കഴിഞ്ഞിട്ടാ. ഒന്നും ചെയ്യാൻ പറ്റത്തില്ല, ആ കൊച്ചിനെ വളർത്തുകയേ വഴിയുള്ളൂ. പിന്നെ അറിയായിരിക്കുമല്ലോ, അന്നത്തെ കാലത്ത് ഒരു 2000 കാലഘട്ടത്തില് ഒരു സ്ത്രീ കല്യാണം കഴിഞ്ഞിട്ട്, ഞാൻ ആരുടെ കൂടെ ഇറങ്ങിപ്പോയൊന്നും അല്ല കേട്ടോ, എല്ലാവരെയും നാട്ടുകാരെയൊക്കെ അറിയിച്ച് വീട്ടുകാർ നടത്തിയ കല്യാണത്തിലെന്ന് 13ാമത്തെ ദിവസം ഞാൻ തിരിച്ച് വീട്ടിൽ വന്ന് നിൽക്കുമ്പോൾ നാട്ടുകാരുള്ള പരിഹാസം, കുടുംബക്കാരുടെ പരിഹാസം, ഇതൊക്കെ കണ്ടാൽ എനിക്ക് തോന്നുന്ന ഒരു കാര്യം പറയട്ടെ, ഞാൻ ഒരാളുടെ അടുത്ത് ഇറങ്ങിപ്പോയിട്ട് തിരിച്ചു വന്നതുപോലെയാണ്. ആ ഒരു കോൺസെപ്റ്റ് തെറ്റാണ്. വീട്ടുകാര് നിർബന്ധിച്ചാണ് എന്നെ കെട്ടിച്ചു വിട്ടത്. ഇതുപോലെയാണ് ഇന്നത്തെ പല പേരൻസും. മക്കളുടെ ഇഷ്ടമില്ലാതെ, ഓക്കെ മക്കളുടെ ഇഷ്ടമില്ലാന്നെങ്കിൽ ഓക്കെ പറയാം, നമ്മൾ അഡ്ജസ്റ്റ് ചെയ്യാറുണ്ട്. ഈ 13 ദിവസത്തിനുള്ളിൽ ഞാൻ എന്തോന്നാ വീട്ടിൽ ചെന്ന് മനസ്സിലാക്കാൻ പോകുന്നുള്ള ദിവസമായിട്ടില്ല. മനസ്സിലാക്കുന്നതിന് മുമ്പേ, അല്ലെങ്കിൽ ഒരിടത്ത് അഡ്ജസ്റ്റ് ചെയ്യുന്നതിന് മുന്നേ കല്യാണം കഴിച്ച് കൊണ്ടുപോയി 3ന്റെ അന്ന്, അതായത് 2ാമത്തെ ദിവസം രാവിലെ ഉറക്കൊഴിക്കും മുതൽ ഞാൻ കേൾക്കുന്നത് പ്രോപ്പർട്ടീനെ കുറിച്ചുള്ള കാര്യങ്ങളാണ്. 3ന്റെ അന്ന് അത് അവരെൻ്റെ അടുത്ത് ഡയറക്റ്റ് ആയിട്ട് പറയാണ്, വൈഫിനുള്ളതെല്ലാം ഹസ്ബൻഡിനാണ്. ഓക്കെ, അന്ന് പിന്നെ മന്ദബുദ്ധികളായ എൻ്റെ പേരൻസ് എന്ത് ചെയ്തു, ഹസ്ബൻഡിന്റെ വൈഫിന്റെ പേരിൽ കൂടെയാണ് പ്രോപ്പർട്ടി എഴുതി തരുന്നത്. ഇന്ന് ആ സിസ്റ്റമൊക്കെ കുറെ പേരൊക്കെ മാറ്റിയിട്ടുണ്ട്. അപ്പൊ എൻ്റെ പ്രോപ്പർട്ടികളെല്ലാം കൂടെ ഞങ്ങളെ 2 പേരുടെയും പേരിൽ കൂടെ എഴുതി തരുവാണ്. അത് വിറ്റ് കൊടുക്കണം ഞാൻ. അവരുടെ ആവശ്യം അത് ഞാൻ വിറ്റിട്ട് പുള്ളിക്കാരൻ്റെ പെങ്ങൾക്കുള്ള സ്ത്രീധന തുക കൊടുക്കാൻ വേണ്ടിയിട്ട് എൻ്റെ പ്രോപ്പർട്ടി വിറ്റ് ഞാൻ അവർക്ക് കൊടുക്കണം. അപ്പൊ ഞാൻ പറഞ്ഞു, അതെങ്ങനെ സാധിക്കും? കല്യാണം കഴിഞ്ഞ് 3ന്റെ അന്ന് ഞാൻ എങ്ങനെ എൻ്റെ വീട്ടുകാരുടെ അടുത്ത് ചെന്ന് പറയും എൻ്റെ പ്രോപ്പർട്ടി എനിക്ക് വിറ്റ് തരണമെന്ന്? ഇല്ലെങ്കിൽ ഒരു 1-2 വർഷമോ പോട്ടെ, ഒരു 6 മാസം കഴിഞ്ഞ് ചോദിച്ചാലും നമുക്ക് ചെന്ന് പറയാം, ഓക്കെ എനിക്ക് ഈ വീട്ടുകാരെ വിശ്വാസമായി എങ്കിൽ പറയാം. അന്ന് എനിക്ക് 18 വയസ്സേ ഉള്ളൂ, പക്ഷെ എനിക്ക് ഇത്രയും അറിയാവുന്ന, ഉള്ള കയ്യിലുള്ള നഷ്ടപ്പെട്ട് പോയി കഴിഞ്ഞാൽ ഗോവിന്ദ എന്നുള്ളത് അറിയാമെന്നുള്ളത് കൊണ്ട് ഞാൻ ഈ 13 ദിവസവും ഇവരുടെ പീഡനങ്ങളെല്ലാം ഞാൻ സഹിച്ചതും, ഇവരുടെ ഇഷ്ടംമാതിരി അടി കിട്ടിയിട്ടുണ്ട്, ബഹളം കിട്ടിയിട്ടുണ്ട്, എന്നെ ഇഷ്ടമാതിരി പീഡിപ്പിച്ചിട്ടുണ്ട്. കാണാൻ പാടില്ലാത്ത കാഴ്ചകൾ ആ വീട്ടിൽ ഞാൻ കണ്ടിട്ടുണ്ട്. അതൊന്നും എനിക്ക് റിവീൽ ചെയ്യാൻ താല്പര്യമില്ല.
ആ ഒരു രീതിയിൽ ഞാൻ ഈ 13 ദിവസത്തിലും ഞാൻ കേൾക്കുന്നില്ല എന്ന് കണ്ടതുകൊണ്ടാണ് എന്നെ കൊണ്ട് വിട്ടിട്ട് പോയത്. പിന്നെ കോംപ്രമൈസ് ചെയ്യാനൊക്കെ പിന്നെ ശ്രമിച്ചു നോക്കി, നടന്നിട്ടില്ല. അപ്പോഴും ഞാൻ ഒറ്റ കണ്ടീഷനിൽ തന്നെയാണ്, എൻ്റെ വസ്തു വിറ്റ് ഞാൻ കൊടുക്കത്തില്ല. അതെ. ഇപ്പൊ നമുക്കറിയാം, ഇപ്പൊ ചേച്ചി പറഞ്ഞ പോലെ തന്നെ നമ്മുടെ വിസ്മയ കൊലക്കേസ് അതിനൊരു എക്സാമ്പിൾ തന്നെയാണ്. അതുപോലെ ഉത്തര കൊലക്കേസ്, സ്ത്രീധനം, അതുപോലെ ഇതിൽ മാനസികമായിട്ട് പീഡിപ്പിച്ച് അവർ ലാസ്റ്റ് ചൂസ് ചെയ്യുന്നത് ആത്മഹത്യ തന്നെയാണ്. അപ്പൊ നമ്മുടെ സ്വന്തം വീട്ടിൽ പറഞ്ഞാലും ചിലവർ പറയും അവർക്ക് താഴെ അനിയത്തിമാരുണ്ട് അല്ലെങ്കിൽ അയ്യമാരുണ്ട്, അവരുടെയൊക്കെ വിവാഹം നടക്കണ്ടേ, നിങ്ങൾ അഡ്ജസ്റ്റ് ചെയ്യുക എന്ന് പറയുമ്പോഴും ഈ മക്കൾ എന്താണ് അനുഭവിക്കുന്നതെന്ന് മാതാപിതാക്കൾ ശരിക്കും അവർക്ക് മനസ്സിലാവാഞ്ഞിട്ടാണോ അല്ലയോ എന്ന് അറിയത്തില്ല. അപ്പോൾ ഈ കഴിഞ്ഞിടയ്ക്ക് നമ്മൾ കണ്ടായിരുന്നു ഒരു പെൺകുട്ടി ഭർത്താവിൻ്റെയും അമ്മായിയമ്മയുടെയും മാനസിക പീഡനം മൂലം ഈ റീസെൻ്റ് ആയിട്ട് മിനിങ്ങാതോ 4 നാളോ എങ്ങോട്ടാണ് ഷാഹിന എന്താണ് കുട്ടിയുടെ പേര്, ആ കുട്ടി ആത്മഹത്യ ചെയ്തു. അപ്പോൾ ഇതുപോലെ വേറൊരു വഴിയില്ലാതെ ആത്മഹത്യ എന്ന് പറയുന്നത് ഒന്നിനൊരു പരിഹാരമല്ലല്ലോ. അപ്പോൾ ഈ ആത്മഹത്യ ചൂസ് ചെയ്യുന്ന കുട്ടികളോട് എന്താണ് പറയാനുള്ളത്? അവർ ബോൾഡ് അല്ലാത്തതുകൊണ്ട് അതിന് ഞാൻ കുറ്റമായിട്ട് പറയുന്ന പെൺപിള്ളേരെ ഞാൻ ഒരിക്കലും കുറ്റമായിട്ട് പറയില്ല. ഇതിനെല്ലാം എനിക്ക് കുറ്റം പറയാനുള്ള മാതാപിതാക്കളോട് മാത്രമാണ്. ഒരു പെൺകുട്ടിയുടെ ഏറ്റവും നല്ല സുവർണ കാലഘട്ടം ഏതാണെന്നറിയാമോ? സ്വന്തം മാതാപിതാക്കളുടെ കൂടെയുള്ള കാലഘട്ടം. അവർ പറയുന്ന പക്ഷെ അങ്ങനെയല്ല. ഈ മാതാപിതാക്കൾ പറയുന്ന ഒരു കാര്യമുണ്ട്, ഞാനിപ്പോ എൻ്റെ വീട്ടുകാരെന്നെ ട്രാവലിന് വിട്ടു, എൻ്റെ വീട്ടുകാരെന്നെ യാത്ര ചെയ്തെല്ലാം വിട്ടു. ഓക്കെ, 100-ൽ 2 പുരുഷന്മാർ കല്യാണം കഴിഞ്ഞിട്ട് ഈ പറയുന്ന എൻ്റെ ഒരു വൈറലായിട്ടുള്ള വീഡിയോ ഉണ്ട് ഇൻസ്റ്റാഗ്രാമിലെ. അതിനകത്ത് ഞാൻ പറയുന്നുണ്ട്, ഒരു പെൺകുട്ടിയുടെ ഏറ്റവും സുവർണ കാലഘട്ടം എന്ന് പറയുന്നത് മാതാപിതാക്കളുടെ കൂടെയുള്ള കാലഘട്ടമാണ്. ആ കാലഘട്ടം എന്ന് പറഞ്ഞാല് നമുക്ക് എന്താ പറയാനാ, നമുക്ക് നമ്മളെ വീട്ടില് നമ്മളെ ഹാപ്പി, നമുക്ക് ഇഷ്ടമുള്ളതുപോലെയൊക്കെ നടക്കാം, ഇഷ്ടമുള്ള ഭക്ഷണം കഴിക്കാം, ഇഷ്ടമുള്ള പ്ലേറ്റിൽ കഴിക്കാം, ഇഷ്ടമുള്ളിടത്ത് ഇരിക്കാം. ഇതൊക്കെ ഒന്നും കല്യാണം കഴിഞ്ഞിട്ട് പോകുന്ന വീട്ടുകളിൽ ആ പരിപാടി നടക്കത്തില്ല. ഞാൻ ഇടയ്ക്ക് വായിച്ചത് ആരുടെ ഇതില് കല്യാണം കഴിഞ്ഞൊരു പെൺകുട്ടി പോയ സമയത്ത് അവളുടെ അടുത്ത് പിന്നെ പുള്ളിക്കാരിക്ക് ചായ വേണം. ആ വീട്ടിൽ പോയപ്പം പുള്ളിക്കാരിക്ക് കാപ്പി, ആ വീട്ടിൽ ചായ. അപ്പൊ ഒരാൾക്ക് വേണ്ടി എന്തിനാ പിന്നെ കാപ്പി ഇടുന്നേ, നമ്മൾ കുടിക്കുമ്പോൾ ഒഴിച്ചാ നമ്മുടെ സ്വന്തം വീട്ടിലാണെങ്കിൽ നമ്മൾ അങ്ങനെ ചെയ്യും. നമുക്ക് ഇഷ്ടമുള്ളത് നമുക്ക് കഴിക്കാം. അത് തന്നെ പോകുന്ന വീട്ടിൽ നമുക്ക് പറ്റണം. അതുകൊണ്ടാണ് ഞാൻ പറയണത്, ഒരു പെൺകുട്ടിയുടെ ഏറ്റവും സുവർണ കാലഘട്ടം എന്ന് പറഞ്ഞാൽ മാതാപിതാക്കൾ. അപ്പൊ ഈ മാതാപിതാക്കൾ പറയണത് എന്താണ്, കെട്ടിച്ചോണ്ട് പോകുന്നവൻ നിങ്ങളെ കൊണ്ടുപോകും, നിങ്ങളെ എല്ലാ ആഗ്രഹങ്ങളും നടത്തി തരുന്നു. ഈ 18-20 വയസ്സ് വരെ വളർത്തിയ അപ്പനും അമ്മയ്ക്കും നമ്മളെ മനസ്സിലായിട്ടില്ല. പിന്നെയാണ് നാളെ വരുന്ന ഒരുത്തൻ നമ്മളെ മനസ്സിലാക്കിയിട്ട് ഈ പറയുന്ന ആഗ്രഹങ്ങളെ നേരത്തെ. എന്ത് കാര്യത്തിലാണ് ഇവരിത് പറയുന്നതിന് എന്തെങ്കിലും ഒരു അർത്ഥമുണ്ടോ? ഞാൻ പല അമ്മമാരോടും അപ്പന്മാരോടും ചോദിക്കാറുണ്ട്, ഇതിലെന്തെങ്കിലും എന്തെങ്കിലും കാതലായിട്ടുള്ളൊരു കാര്യം ഉണ്ട് എങ്കിൽ ഓക്കെ. ഒരിക്കലും നടക്കാത്ത കാര്യമാണ്. എൻ്റെ മോൻ്റെ അടുത്ത് ഞാൻ പറയണേ, എടാ നീ കല്യാണം കഴിഞ്ഞിട്ട് പോ, അല്ലെങ്കിൽ എനിക്ക് സത്യം പറഞ്ഞാൽ എനിക്ക് ജനിച്ചത് മോളായിരുന്നെങ്കിൽ ഞാൻ ഇതിനേക്കാളും കുറച്ചുകൂടെ, എൻ്റെ മോനായത് കൊണ്ടായിരിക്കും ഞാൻ കുറച്ചുകൂടെ അടയ്ക്കോ. എന്നിട്ട് അവൻ്റെ ആഗ്രഹത്തിനൊന്നോ ഞാൻ ഇതുവരെ എതിരുന്നിട്ടില്ല. അവൻ 10ാം ക്ലാസ് വരെ പഠിച്ചത് ട്രിവാൻഡ്രത്താണ്. +1ഉം +2ഉം ആ ഒരു കൊറോണ ടൈമാണ്. അപ്പോഴും ട്രിവാൻഡ്രം. +2 ആയപ്പോൾ എൻ്റെ അടുത്ത് പറഞ്ഞു ഡൽഹി യൂണിവേഴ്സിറ്റി പഠിക്കണം. ഓക്കെ, ഞാൻ അപ്പോൾ തന്നെ ഡൽഹിയിൽ പാക്ക് ചെയ്തിട്ട് പറഞ്ഞു. അവിടെ ചെന്നവൻ കുറേ കോളേജിൻ്റെയൊക്കെ എൻട്രൻസ് കാര്യങ്ങളൊക്കെ അറ്റൻഡ് ചെയ്ത് വന്നു. എൻ്റെ സുഹൃത്തുക്കളുണ്ടായിരുന്നു, ഞാൻ അവിടെ വിട്ടു. ഡൽഹി ഓക്കെ, അവന് ഇഷ്ടപ്പെട്ടു. അവൻ തിരിച്ചു വന്നു. അഡ്മിഷൻ കിട്ടിയപ്പോൾ നേരെ പോയി. ഇപ്പൊ 4 വർഷമായി അവൻ ഡൽഹിക്കാരനായി, ഞാനിപ്പോ കേരളത്തിലുമുണ്ട്. പിന്നെ എനിക്ക് അവൻ ഡൽഹി നിൽക്കുന്നതുകൊണ്ട് എനിക്കാണ് ഉപകാരം കൂടുതൽ. കാരണം എപ്പോ എനിക്ക് ട്രിപ്പ് പോകണമെങ്കിൽ നേരെ എനിക്ക് ഇടത്താവളം അവനാണ്. അപ്പൊ ഞാനത് എൻജോയ് ചെയ്യുന്നുണ്ട് സത്യം പറഞ്ഞു. എന്നാലും ഞാൻ അവരുടെ അടുത്ത് ചോദിക്കാറില്ല, നീ പുറത്തിറങ്ങുന്നുണ്ടോ, നീ അവിടെ പോകുന്നുണ്ടോ, ഇവിടെ പോകുന്നുണ്ടോ. എനിക്ക് എൻ്റെ മകനിൽ നല്ല വിശ്വാസമാണ്. തീർച്ചയായിട്ടും ഇനി അവ അങ്ങനെ തെറ്റിപ്പോവുകയാണെങ്കിൽ അങ്ങ് പോകട്ടെ എന്നേ ഞങ്ങൾക്കുള്ളൂ. അത് അവന്റെ വിധി. അത് ഞാൻ അവന്റെ കൂടെ പറഞ്ഞിട്ടുണ്ട്. അവന് ഞാൻ ഡൽഹിയിൽ കൊണ്ടുപോയപ്പോൾ ഞാൻ ആദ്യം ചെയ്തത് അവന് ശരിയും തെറ്റുമായിട്ടുള്ള, ഞാൻ പബ്ബിൽ വരെ അവനെ കൊണ്ടുപോയി കാണിച്ചു കൊടുത്തിട്ടുണ്ട്. ഇതാണ് പബ്ബ്, ഇതാണിത്, ഇതാണ് ലോകം. അവിടെ ഉള്ള അത്യാവശ്യം എല്ലാ സ്ഥലത്തും തെറ്റും ശരിയല്ല ഞാൻ അവന് പറഞ്ഞു കൊടുത്തിട്ടുണ്ട്. ഇത്രയും കൂടെ ഞാൻ പറഞ്ഞിട്ടുണ്ട്, നീ ശരിയായിട്ട് ചെയ്യുകയാണ് എങ്കിൽ ഓക്കെ, നിന്റെ കൂടെ ഞാൻ എത്ര കാലം പഠിക്കുന്നോ എന്നെ കൊണ്ടൊന്ന് പറ്റാവുന്ന രീതിയിൽ ഞാൻ പഠിപ്പിക്കും. ഇല്ല, നീ തെറ്റാണ് തിരഞ്ഞെടുക്കുന്നെങ്കിൽ ഇതോടുകൂടെ എല്ലാം നടത്തും, ബാക്കി നിനക്ക് തിരഞ്ഞെടുക്കാം. ഞാൻ ഇതുവരെ കൊണ്ടുവന്ന മീൻസ് എൻ്റെ കഷ്ടപ്പാട് പറഞ്ഞവനെ ഞാൻ അങ്ങനെ ബ്ലാക്ക്മെയിൽ ചെയ്യുന്നതൊന്നും അല്ല. അവനറിയാം ഞാൻ എങ്ങനെയാ വന്നതെന്ന്. പിന്നെ അവന് വേണ്ടി ഞാൻ ജീവിക്കുന്നു എന്ന് പറഞ്ഞിട്ട് എൻ്റെ ആഗ്രഹങ്ങളോ എൻ്റെ സ്വപ്നങ്ങളോ ഒന്നും കളയാൻ ഞാൻ തയ്യാറല്ല. എനിക്ക് വേണ്ടിയിട്ടൂടെ ജീവിക്കണം. അത് ഞാൻ അവൻ്റെ അടുത്ത് പറഞ്ഞിട്ടുണ്ട്. ഞാൻ ജീവിക്കുന്നത് എനിക്ക് വേണ്ടിയിട്ട് കൂടെയാണ്. അത് കളഞ്ഞൊരു പരിപാടിക്ക് ഇപ്പോഴും ഇല്ല. അവൻ എൻ്റെ അടുത്ത് ഈ നിമിഷം വരെ പറഞ്ഞിട്ടില്ലല്ലോ, അമ്മ എന്തിനാ ഇത്രയധികം റൈഡ് പോണേ, അമ്മ എന്തിനാ ഇത്രയധികം സ്ഥലങ്ങളിൽ പോണേന്ന് അവൻ ചോദിച്ചിട്ടില്ല. അവൻ പറയാം, അമ്മ ക്യാഷിൻ്റെ കാര്യം
എല്ലാം ഓക്കെ അല്ലേടാ, ഇങ്ങനെ അതൊക്കെ ചോദിക്കും. കാരണം അവൻ എന്തെങ്കിലും ക്യാഷ് ആവശ്യമുണ്ടെങ്കിൽ അവ ആദ്യം ചോദിക്കുന്നത്. ഇപ്പം ചില മക്കൾ പറയും എനിക്ക് ഇത്ര രൂപ വേണേ, ഇത്ര ദിവസത്തിനകത്ത് വേണം, അത് ഇന്നതിനാണ്. അവ ആദ്യം അങ്ങനെയല്ല ചോദിക്കുന്നത്. അമ്മ എന്തേലും ഉണ്ടാടാ, നമ്മൾ ഭയങ്കര ഫ്രണ്ട്ലിയാണ്, അങ്ങനെ ചോദിക്കാറുള്ളൂ. കാരണം അവൻ എന്നെ അറിയാം, നമ്മൾ വളർത്തും പോലെ ഇരിക്കത്തുള്ളൂ നമ്മുടെ മക്കള്. റൈഡേഴ്സ് ആയിട്ടുള്ള ആമ്പിള്ളേർ ഒന്ന് ചോദിക്കേ, ആ ചേച്ചി നിങ്ങളുടെ അവിടെ ക്ലബില് നല്ല പെമ്പിള്ളേർ എന്തെങ്കിലും ഉണ്ടോ റൈഡ് ചെയ്യണം? അപ്പൊ ഞാൻ പറയാം, എടാ റൈഡ് ചെയ്യുന്ന പെൺകൊച്ച് നാളെ റൈഡ് ചെയ്യും. പക്ഷെ നീ ചെയ്യേണ്ടത് റൈഡ് ചെയ്യാത്ത ഒരു പെൺകൊച്ചിനെ വിളിച്ചിട്ട് വന്ന് അവളെ റൈഡിങ് പഠിപ്പിച്ച് അവളെ കൊണ്ടുപോകുമ്പോ ഒരു പെൺകൊച്ചുകൂടെ പുറം ലോകം കാണും. ആ ചേച്ചി ആ ഐഡിയ കൊള്ളാം. ആക്ച്വലി അങ്ങനെ ചെയ്യണ്ടേ? കാരണം എന്ന് പറഞ്ഞാൽ റൈഡിങ് അറിയാന്നുള്ള ഒരാളിനെ വീണ്ടും റൈഡിങ്ങിന് കൊണ്ടുവരേണ്ട ആവശ്യമില്ല. അല്ലേ? അവർക്കറിയാം. ഇപ്പം ക്ലബ്ബ് തുടങ്ങിയിട്ട് 2016. ഇപ്പൊ എൻ്റെ അടുത്ത് കുറെ പേര് ചോദിക്കും, നിങ്ങളുടെ ക്ലബിലുള്ളതെല്ലാം ഭയങ്കര പ്രശ്നക്കാരാണല്ലോ, അല്ലെങ്കിൽ എല്ലാം ഏജ്ഡ് ആയിട്ടുള്ള കൊച്ചു പെമ്പിള്ളേർ. ഇപ്പൊ ഞാൻ ശ്രീപ്രിയയുടെ അടുത്ത് ചോദിച്ചു കഴിഞ്ഞാല്, ഇന്ന് ശ്രീപ്രിയ സ്വന്തം കാലിൽ നിൽക്കാൻ തുടങ്ങിയില്ലേ? ഇപ്പൊ എവിടെ പോകണമെങ്കിലും എല്ലാം വീട്ടുകാരുടെ അടുത്തും പറയുമായിരിക്കാം, എല്ലാം ചെയ്യുന്നല്ലോ. നിങ്ങൾ ചെയ്യുന്നുണ്ട്. പക്ഷെ ഒരു 30 കഴിഞ്ഞ ഒരു അമ്മ, അല്ലെങ്കിൽ 2 കുഞ്ഞുങ്ങളെ ഒരു അമ്മ, അവർക്ക് റൈഡ് പോകണമെങ്കിൽ അവർക്ക് ഒത്തിരി പ്രതിസന്ധികളുണ്ട്. ഹസ്ബൻഡിന്റെ കാര്യം നോക്കണം, മക്കളെ കാര്യം നോക്കണം, സ്വന്തം കാര്യം നോക്കണം. ഇനി ജോലി ചെയ്യുന്നവരാണെങ്കിൽ ജോലി നോക്കണം. ഇനി സ്വന്തം പേരൻസിന്റെ അടുത്ത് പറയണം, കെട്ടിയവന്റെ പേരൻസിന്റെ അടുത്ത് പറയണം. ഇതെല്ലാം കഴിഞ്ഞാലേ ഒരു പെൺകുട്ടിക്ക് ഇറങ്ങി വരാൻ പറ്റത്തുള്ളൂ.